ഹലോ, എല്ലാവർക്കും മഞ്ജൂസ് ഡയറി ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി വെച്ച് നല്ല മധുരമുള്ളൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നമുക്കിതിലേക്ക് ശർക്കര വേണം. ഞാൻ കുറച്ച് ശർക്കര ചീകി വെള്ളം ഒഴിച്ചൊന്ന് അലിയിച്ചെടുക്കാം. നമുക്കിത് അരിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കൊന്ന് അലിയിച്ച് നോക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു 2 കപ്പ് ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ചത് ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു ഒരു നുള്ള് ജീരകം പൊടിക്കാത്തതാണ്, സാദാ ജീരകം ഞാൻ ചേർക്കുകയാണ്. സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ശർക്കര അരിഞ്ഞിട്ടുണ്ട്, അത് ചൂടോടുകൂടി ഇതിനോട്ട് ഒഴിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ചൂടോടുകൂടി വേണം ഇതിലേക്ക് ഒഴിക്കാൻ. നമുക്ക് ഈ ശർക്കരയും വെള്ളം ചേർന്നതിനകത്തോട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഗോതമ്പ്. അപ്പം നമുക്ക് ശർക്കര തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് വെള്ളം ചൂടാക്കി ഒഴിച്ചാലും മതിയാകും. പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങ ചിരകിയത് ഞാൻ മിക്സിയിലൊന്ന് പൾസ് മോഡ് ഇട്ട് ചതച്ചതാണ്, അത് ഞാനൊന്ന് ചേർത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയാണ് ഈ സ്നാക്ക് എണ്ണയിട്ട് വറക്കുമ്പം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ട്, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്, ഇത് ഓരോന്നും ഓരോ സ്പൂൺ വീതം നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ബേക്കിംഗ് സോഡ ഇട്ടുകൊണ്ടാണ് അത് ആ കുമ്പള പോലെ ആ സ്നാക്ക് വീർത്ത് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ആ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഞാൻ ഇട്ടത് ഒഴിവാക്കാവുന്നതാണ്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചെറുതായിട്ട് തിരിച്ച് മറിച്ചും ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് മൂപ്പിച്ച് കോരാവുന്നതാണ്. ഇത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റി ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് വരെ നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം. കടലമാവ് യൂസ് ചെയ്ത് ഞാൻ നോക്കിയിട്ടില്ല, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് വെറൈറ്റിക്ക്. അപ്പം എല്ലാവരും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതിന് വരെ ദിസ് ഈസ് ബൈ ഫ്രം മഞ്ജൂസ് ഡയറി ബുക്ക്. ഇനി വേഗം ഞാൻ വരാവേ. ബൈ, ടേക്ക് കെയർ.